ഹലോ ഹായ് എവ്രി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബേരഞ്ചുള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കങ്കുവ എന്ന സിനിമ ഇറങ്ങിയതിന് ശേഷം അതിനെക്കുറിച്ച് മിക്സഡ് റെസ്പോൺസ് ആണ് വരുന്നത്. മിക്സഡ് റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂരിഭാഗവും അൺഫോർച്ചുനേറ്റ്ലി നെഗറ്റീവ് റിവ്യൂസ് ആണ് വരുന്നത്. ഗെയിം ഓഫ് ത്രോൺസ് ഒക്കെ പോലെ ആയിരിക്കുമെന്ന വലിയ എക്സ്പെക്ടേഷൻ കാണികൾക്ക് കൊടുത്തു. അത് സൂര്യയാണ് അത്തരത്തിലൊരു കമ്പാരിസൺ നടത്തിയത്. അതനുസരിച്ചിട്ടൊക്കെ ആയിരിക്കും ആൾക്കാർ കാണാൻ പോയിരിക്കുന്നത്. പക്ഷെ കണ്ടു കഴിഞ്ഞതിന് ശേഷം വന്നിരിക്കുന്ന റിവ്യൂസ് ഒക്കെ അത്ര ആശാവഹമായ റിവ്യൂസ് ഒന്നുമല്ല. പല ഭാഗത്തു നിന്ന് വരുന്നതും നെഗറ്റീവ് റിവ്യൂസ് തന്നെയാണ്. സംഗതികൾ ഇങ്ങനെ ആയിരിക്കുന്ന സാഹചര്യത്തിൽ സൂര്യയുടെ ഭാര്യ ജ്യോതിക ഇൻസ്റ്റഗ്രാമിൽ 2 ദിവസം മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റ് ഇപ്പോൾ പലരും എടുത്ത് പ്രതികരിക്കുന്നുണ്ട്. അത് കോട്ട് ചെയ്ത് എക്സിലും അതേപോലെ ഇൻസ്റ്റഗ്രാമിൽ തന്നെയും യൂട്യൂബിലുമൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരണങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ പോസ്റ്റാണ് റിയാക്ഷൻ എടുത്തിരിക്കുന്നത്. നമുക്ക് ആ പോസ്റ്റ് വായിച്ചു നോക്കാം. I pen this note as Jyotika and a cinema lover, not as actor Surya's wife. ഇത് ഡിസ്ക്ലൈമർ ഒക്കെ ഇട്ടിട്ടാണ് ജ്യോതിക തുടങ്ങിയിരിക്കുന്നത്. ഇനിയിപ്പോൾ പിന്തുണക്കുന്നത് സൂര്യയുടെ ഭാര്യ ആയതുകൊണ്ടാണ് എന്ന ആളുകൾ വിചാരിക്കുമോ എന്നോർത്തിട്ടായിരിക്കും ആദ്യമേ തന്നെ ഒരു ഡിസ്ക്ലൈമർ ഇട്ടിരിക്കുന്നത്. ഒരു സിനിമ ലവർ എന്ന രീതിയിലാണ് അത് എഴുതുന്നതെന്ന്. Kanguva spectacle cinema, okay? So proud of you, Surya, for the actor you are and how you dare to dream to take cinema forward. Okay, സൂര്യ അഭിനന്ദിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. എങ്ങനെയാണ് ഒരു സ്വപ്നം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ധൈര്യം സൂര്യ കാണിച്ചതെന്ന് എനിക്ക് അഭിനന്ദിച്ചുകൊണ്ട് തുടങ്ങുന്നു. ഡെഫിനറ്റ്ലി ദ ഫസ്റ്റ് ഹാഫ് ആൻ അവർ ഡസ് നോട്ട് വർക്ക് ആൻഡ് സൗണ്ട് ഈസ് ജാറിങ്. ആദ്യത്തെ അരമണിക്കൂർ ചെവി തുളക്കുന്ന സംഭവം. സത്യത്തിൽ ഈ സിനിമയെക്കുറിച്ചുള്ള റിവ്യൂസ് കാണുന്നിടത്തൊക്കെ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. തംബ്നെയിൽ അല്ലെങ്കിൽ ഒരു സമ്മറി പോലുള്ള സ്ഥലത്തൊക്കെ കാണുന്ന ഒരു കാര്യമാണ്. മൊത്തം അലർച്ചയാണ്, ബഹളമാണ്, ചെവിടടച്ചു പോകും, അതുപോലുള്ള ബഹളമാണ് സിനിമയിൽ എന്നാണ് പറയുന്നത്. പക്ഷേ ജ്യോതിക ഇതൊരു അരമണിക്കൂറിലേക്ക് കുറച്ച് വെച്ചിട്ടുണ്ട്. ഫ്ലോസ് ആർ പാർട്ട് ഓഫ് മോസ്റ്റ് ഇന്ത്യൻ ഫിലിംസ്. ശരിയാണ്, സിനിമകളിൽ എല്ലാം സൂപ്പറായിട്ട് ഇറങ്ങിയിട്ടില്ല. 100% പെർഫെക്റ്റ് ആയിട്ട് സിനിമകൾ ഇറങ്ങാറില്ല. ചില ഫ്ലോസ് ഒക്കെ വരാറുണ്ട്. സോ ദാറ്റ്സ് ഓൺലി ഫെയർ. അപ്പോൾ പറഞ്ഞു വരുന്നത് സാധാരണ ഒരു സിനിമയിൽ ഉണ്ടാകുന്ന ഫ്ലോസ് മാത്രമേ ഈ സിനിമയിലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലതാണ്. എസ്പെഷ്യലി ഇൻ ദിസ് കൈൻഡ് ഓഫ് എ ഫിലിം വെയർ ഇൻ വൺ എക്സ്പെരിമെന്റ് ലാർജ്ലി. ഓക്കെ, വലിയൊരു പരീക്ഷണം എന്ന നിലയിൽ ഇറങ്ങിയ സിനിമയാണ്. അതുകൊണ്ട് ഇതിനകത്ത് മിസ്റ്റേക്സ് ഒക്കെ വരുന്നത് ഓക്കെ, സ്വാഭാവികം. ആൻഡ് ജസ്റ്റ് ദ ഫസ്റ്റ് ഹാഫ് ആൻ അവർ ഫ്രം ദ ഹോൾ 3 hours. But to be true, it's an absolute cinematic experience. Camera work and execution never before seen in Tamil cinema. ഞാൻ ഈ സിനിമ കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല എന്താണ് എൻ്റെ ക്യാമറ എന്ന്. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരുപാട് ക്യാമറ വർക്കുകളുണ്ട് തമിഴ് സിനിമയിൽ. എസ്പെഷ്യലി ശങ്കറിൻ്റെ പ്രത്യേകിച്ച് 180 ഡിഗ്രിയിലൊക്കെ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്ത് നമ്മളെ ബോയ്സ് എന്ന സിനിമയിൽ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മികച്ച ക്യാമറ വർക്കൊക്കെ ഒരുപാടുണ്ട് തമിഴ് സിനിമയിൽ. എനിക്കിഷ്ടപ്പെട്ട മറ്റൊരു ക്യാമറ വർക്കാണ് കന്നത്തിൽ മുത്തമിട്ടാൽ എന്ന സിനിമയുടെ ക്യാമറ വർക്ക്. വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. അതങ്ങനെ കുറേ സിനിമകളുണ്ട്. എൻ്റെ മനസ്സിൽ ഓർമ്മ വന്ന മാത്രം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഏറ്റവും ബെസ്റ്റ് ആണെങ്കിൽ ഇതിനൊക്കെ കടത്തിവെട്ടുന്നതായിരിക്കണം. സിനിമ കണ്ടു കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല സിനിമ. ക്യാമറാമാൻ വെട്രി പളനിസ്വാമിയാണ് അവിടെ ടാഗ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ക്യാമറ വർക്ക് സൂപ്പറാണെന്ന രീതിയിൽ വാട്ട് എവർ. ഇനിയാണ് ഇതിന്റെ ക്രക്സിലേക്ക് വരുന്നത്. ഐ എം സർപ്രൈസ്ഡ് വിത്ത് ദ നെഗറ്റീവ് റിവ്യൂസ് ഫ്രം മീഡിയ ആൻഡ് സർട്ടൻ ഫ്രട്ടർണിറ്റീസ് ആസ് ഇറ്റ്സ് നോട്ട് ഡൺ ബൈ ദം ടു ദ ഹൈ ലെവൽ ഫോർ ദ മോസ്റ്റ് അൺഇന്റലക്ച്വൽ big budget film I have seen earlier with age-old stories where women are stalked, double meaning dialogues are spoken and have most over the top action sequence. അതായത് കങ്കുവ എന്ന സിനിമയ്ക്കെതിരെ കൂട്ടമായ ഒരു നെഗറ്റിവിറ്റി ആക്രമണമാണ് നടക്കുന്നതെന്നാണ് ജ്യോതിക ഇവിടെ പറഞ്ഞു വെക്കുന്നത്. എന്നിട്ട് ഇവര് അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറയുന്നൊരു കാര്യം, ഇതേപോലൊരു റിവ്യൂ ഒരിക്കലും ഇതേപോലെ ലോജിക്കില്ലാതെ വരുന്ന സിനിമ, അൺഇന്റലക്ച്വൽ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബാഹുബലി എന്ന സിനിമയിൽ കാണുമ്പോൾ ലോജിക്കലി നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാകും. ഒരു പന വളച്ചു വെച്ചിട്ട് അതിൽ ആളുകളെ കവണ പോലെ വലിച്ചെറിഞ്ഞു വിടുന്നത്. ഒരു 4 പേര് പരിചയ ചേർത്ത് പിടിച്ചിട്ട് തെറിച്ചു പോകുന്നു. അത് യാതൊരു ഷേപ്പിനും കുഴപ്പമില്ലാവുന്ന നിലത്തൊന്ന് വീഴുന്നു. നമ്മൾക്കറിയണമെന്ന് തെറിച്ചു പോകുമ്പോൾ തന്നെ അത് 4 വട്ടം തെറിച്ചു പോകും. ഇനി അഥവാ നിലത്ത് വീണാൽ തന്നെ കൈങ്കലൊടിഞ്ഞ് അവിടെ കിടക്കുമെന്ന് ലോജിക്കലി നമ്മൾക്കറിയാം. പക്ഷേ അങ്ങനെ നമ്മളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കാത്തത് അത്തരം ഒരു ഫാന്റസി വേൾഡിലേക്ക് ആ സിനിമ നമ്മളെ കൊണ്ടുപോകുന്നതുകൊണ്ടാണ്. പന്നിങ്കള കൂട്ടമാ വരും, സിംഗളതാ വരും എന്ന് രജനി പറഞ്ഞിട്ട് 100 പേരെ അടിച്ചു തെറിപ്പിക്കുന്നത് കാണുമ്പോൾ നമ്മൾക്കറിയാം ഒരാൾക്ക് 100 പേരെ അടിച്ചിടാൻ പറ്റില്ല. 4 പേര് ചേർന്ന് വടിയെടുത്ത് 2-3 അടി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കിടപ്പിലാവും നമുക്കറിയാം. പക്ഷേ ആ ഒരു വേൾഡിലേക്ക് നമ്മളെ സിനിമ എത്തിക്കുമ്പോഴാണ് ഇതൊക്കെ നമ്മൾക്ക് ലോജിക്കലല്ല എങ്കിലും ആസ്വദിക്കാൻ തോന്നുന്നത്. ആ രീതിയിൽ സിനിമ എത്തിച്ചാൽ മതി. കങ്കുവയായാലും ഏത് സിനിമയായാലും അങ്ങനെ ഇത് എത്തിക്കുന്നില്ല എങ്കിൽ അത് സിനിമയുടെ പരാജയമാണ്.
ഒരു സാധാരണ സിനിമയിലാണ് ഇതൊക്കെ സംഭവിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ വിമർശിക്കപ്പെടും. പക്ഷേ അതിലയാളെ നമ്മളൊരു സൂപ്പർ ഹീറോ ആയിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മളതൊക്കെ അങ്ങനെ അംഗീകരിച്ചു കൊടുക്കും. അതേപോലെ ഡബിൾ മീനിങ്ങിനുള്ള അതൊക്കെ ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഡബിൾ മീനിങ്ങിൽ സംസാരിക്കുന്ന സിനിമകൾ വരുമ്പോൾ ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്നുണ്ട്. സ്ത്രീകളെ സ്റ്റോക്ക് ചെയ്യുന്ന സിനിമകൾ ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്നു. അതൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ ജ്യോതിക കാണാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെ പറയുന്നത്. എനിക്ക് ജ്യോതികയുടെ ഒരു അഭിപ്രായം കാണുമ്പോൾ സാധാരണ ഒരു സിനിമ പൊട്ടുമ്പോൾ സംവിധായകരും നിർമ്മാതാക്കളും ഇറക്കുന്നൊരു കരച്ചിലായിട്ടാണ് തോന്നുന്നത്. ഒന്നും വിചാരിക്കരുത്. ബാക്കി വായിച്ചു നോക്കാം. And what about Kangua's positives? The women action sequence in second half and the young boys' love and betrayal of Kangua. I think they forgot about good part while reviewing. Now this makes me wonder largely whether one should ever read, listen or believe them after all. ഇവിടെ ഞാനൊരു കാര്യം പറയാം. ഒരു പ്രേക്ഷകൻ ഇവരൊക്കെ പറഞ്ഞ് വിശ്വസിച്ച് വീട്ടിൽ കുത്തിയിരിക്കുകയുമില്ല. ഇനി ഇവർ പോസിറ്റീവ് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോവുകയുമില്ല. ഏറ്റവും കൂടുതൽ ഒരു സിനിമയെ ഹെൽപ്പ് ചെയ്യുന്നത് എപ്പോഴും പിയർ റിവ്യൂസ് ആണ്. ഞാനൊരു സിനിമ കാണുന്നു, അതെൻ്റെ ഒരു സുഹൃത്ത് വയ്ക്കുന്ന സിനിമ എങ്ങനെയുണ്ട്, ഞാൻ പറഞ്ഞു വലിയ കുഴപ്പമില്ല, മറ്റേ കാഴ്ചയ്ക്ക് കൊള്ളാം, അല്ലെങ്കിൽ 2 തവണ കാണാനുണ്ട്, അല്ലെങ്കിൽ ഞാൻ പറയും ഫ്ലോപ്പാടേ കാശ് പോകും. ഇതിനാണ് ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ളത്. അല്ലാതെ ഏതെങ്കിലും ഒരു റിവ്യൂവർ വന്നിരുന്ന് യൂട്യൂബിൽ റിവ്യൂ പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ സ്ഥിരമായിട്ട് റിവ്യൂ പറയുന്നതുകൊണ്ടോ ഒരു സിനിമ കാണാൻ പ്രേരിപ്പിക്കുന്നത് അല്ലെങ്കിൽ കാണാതിരിക്കാൻ പ്രേരിപ്പിക്കുന്നതായ ഘടകമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ എല്ലാ ആക്ടേഴ്സിനും ഹേറ്റേഴ്സ് ഉണ്ട്. എല്ലാ ആക്ടേഴ്സിനും ഉണ്ട്. സൂര്യയ്ക്കുണ്ട്, വിജയ്ക്കുണ്ട്, അജിത്തിനുണ്ട്, രജനീകാന്തിനുണ്ട്, കമൽഹാസനുണ്ട്, മോഹൻലാലിനുണ്ട്, മമ്മൂട്ടിക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അവരുടെ സിനിമ ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഒരു പ്ലാൻഡ് നെഗറ്റീവ് റിവ്യൂസ് ഉണ്ടാകും. പക്ഷേ ഈ നെഗറ്റീവ് റിവ്യൂസ് ഒക്കെ അപ്രസക്തമാകുന്നത് സിനിമ ഇതിനൊക്കെ ഓവർകം ചെയ്ത് വിജയിക്കുന്നിടത്താണ്. ആ സമയത്ത് ഇവർ പറയുന്നൊന്നും പിന്നെ ആൾക്കാർ മുഖവിലേക്ക് എടുക്കില്ല. ഇപ്പൊ കമൽഹാസൻ ഉലക നായകനാണ്, ശങ്കർ എന്ന് പറയുന്നത് അമ്മാതിരി ബ്രഹ്മാണ്ഡ ഡയറക്ടറാണ് എന്നൊക്കെ പറഞ്ഞു വന്നാലും ഇന്ത്യൻ 2 പടം കാണാൻ കൊള്ളില്ലേ? പടം ഫ്ലോപ്പാണ്, അട്ടർ ഫ്ലോപ്പാണ്. ഇന്ത്യൻ 1 ഇതിനേക്കാൾ ടെക്നോളജി കുറഞ്ഞ കാലത്തെടുത്ത് ഇന്ത്യൻ 1ന്റെ 7 അയലത്ത് എത്തിക്കാൻ പറ്റാത്തൊരു സംഭവമായിരുന്നു ഇന്ത്യൻ 2. സിനിമയ്ക്ക് ക്വാളിറ്റി ഇല്ല എങ്കിൽ എത്രയൊക്കെ പോസിറ്റീവ് റിവ്യൂസ് വന്നാലും ജനങ്ങൾ അതിനെ തള്ളും. അപ്പം ഇതുപോലുള്ള ഇരവാദമൊന്നും മുഴക്കിയിട്ട് കാര്യമില്ല. ഓക്കെ, ഇറ്റ്സ് സാഡ് ദാറ്റ് ദോസ് ദിസ് മച്ച് നെഗറ്റിവിറ്റി ഫോർ കങ്കുവ ഓൺ day 1 even before the first show was over seem more like multiple group propagandas. ഇതൊക്കെ നോർമലായിട്ടുള്ള ഒരു കോൺസ്പിറസി തിയറി എന്നൊക്കെ പറയാം. When it actually deserves an applause of concept and effort taken by team to create 3D and such a magnificent visual. ഓക്കെ, അപ്പോൾ നിങ്ങൾ പറയുന്ന അതിനൊരു അപ്ലോസ് ഡിസേർവ് ചെയ്യുന്നത് നിങ്ങൾ പറഞ്ഞുണ്ടാക്കേണ്ട ഒരു അപ്ലോസ് അല്ല. സത്യത്തിൽ അത് ഡിസേർവ് ചെയ്യണമെന്ന് കാണുന്നവർക്ക് തോന്നണം. എത്രയൊക്കെ മൾട്ടിപ്പിൾ ഗ്രൂപ്പ്സ് വിചാരിച്ചാലും ഒരു സിനിമയെ തോൽപ്പിക്കാൻ പറ്റില്ല. എത്രയൊക്കെ മൾട്ടിപ്പിൾ ഗ്രൂപ്പ്സ് വിചാരിച്ചാലും മോശമായൊരു സിനിമയെ വിജയിപ്പിക്കാനും പറ്റില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഭാഷാ ഭേദമന്യേ ആൾക്കാർ കാണുന്നത് ആ സിനിമ കാണാൻ കൊള്ളാം എന്ന് തോന്നുന്നിടത്താണ്. അങ്ങനെ ഒരു തോന്നൽ ജനിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എത്രയൊക്കെ കോൺസ്പിറസി നടത്തിയാലും സിനിമ വിജയിക്കും. അല്ലാത്തുള്ളത് എനിക്ക് തോന്നുന്ന ഒരു യൂഷ്വൽ സോങ് സിനിമ പരാജയപ്പെടുമ്പോൾ അതിൻ്റെ സംവിധായകനോ അതിൻ്റെ പിന്നിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ പറയുന്ന ഒരു യൂഷ്വൽ സോങ് മാത്രമാണ്. നെഗറ്റീവ് റിവ്യൂവിന് ഞങ്ങളുടെ സിനിമ പരാജയപ്പെട്ടു. പിന്നെ 3D എടുത്തു എന്നൊക്കെ പറഞ്ഞ് ഇന്നത്തെ കാലത്തൊരു വലിയ കാര്യമല്ല. കാരണം പണ്ടൊക്കെ വളരെ ചുരുക്കമായിട്ടാണ് 3D സിനിമകൾ വരുന്നത്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. 3Dയും 4Dയും ഒക്കെ സിനിമകൾ ഹോളിവുഡിൽ നിന്ന് വരുന്നുണ്ട്. അതേപോലെ ഇന്ത്യൻ സിനിമകൾ 3D ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ 3D എന്ന് പറയുന്നത് ആൾക്കാർക്ക് അത്ഭുതമല്ല. ഇപ്പോൾ അത് അത്ഭുതമാണെങ്കിൽ കഥയും കൂടെ അത്ഭുതപ്പെടുത്തണം. അതില്ലാത്തവരുടെ കാലം സിനിമ 3D സൂപ്പർ 3D ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ബി പ്രൗഡ് ടീം കങ്കുവ ആസ് ദ വൺസ് കമന്റിങ് നെഗറ്റീവ് ആർ ഡൂയിങ് ജസ്റ്റ് ദാറ്റ് ആൻഡ് നത്തിങ് എൽസ് ടു ദെയർ ക്രെഡിറ്റ് ടു അപ്ലിഫ്റ്റ് സിനിമ വാട്ട് എവർ. മേ ബി നിങ്ങൾക്ക് ആ ടീമിനെ ഒന്ന് അവരുടെ മൊറയിലൊന്ന് ലിഫ്റ്റ് നിർത്താൻ ഇത് ഉപകരിച്ചേക്കാം. എൻഡ് ഓഫ് ദ ഡേ സിനിമയുടെ വിധി നിർണ്ണയിക്കുന്നത് കാണികളാണ്. അത് ഏത് ഭാഷയിൽ വന്നാലും ഏത് രീതിയിൽ അവതരിപ്പിക്കപ്പെട്ടാലും ആരഭിനയിച്ചാലും. എത്രയോ മലയാള സിനിമകൾ സ്റ്റാർ വാല്യൂ ഒന്നും നോക്കാതെ മറ്റു ഭാഷകൾ ഹിറ്റായി തീരുന്നു. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു സംഭവം ആരും നോക്കുന്നില്ല. കഥ നല്ലതാണോ, സിനിമ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടോ, ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യും. അത് മാത്രം മനസ്സിലാക്കുക. അല്ലാതെയുള്ള ഈ ഇരവാദമൊന്നും മുഴക്കിയിട്ട് യാതൊരു കാര്യവുമില്ല. അല്ലാതെ ഇതിനകത്ത് കുറേ കമൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ആ കമൻസിലൂടെ നമുക്ക് ചിലതുകൊണ്ട് ഒന്ന് കണ്ണോടിച്ച് നോക്കാം. യെസ് മാം, ഇറ്റ്സ് ഗ്രേറ്റ് ഫിലിം ഫോർ യുവർ സ്റ്റാൻഡേർഡ്സ്. നല്ല പടമാണ്, പക്ഷെ നിങ്ങളുടെ സ്റ്റാൻഡേർഡിന് അങ്ങനെ പറയുന്നു. അടുത്തത് ഒരു കമൻറ്റ് വന്നിരിക്കുന്നത്, ഇറ്റ്സ് ഓക്കെ ജോ, ഹൗ ക്ലവർലി യു റിജക്റ്റഡ് ദ ഫസ്റ്റ് 40 minutes.
where the heroine had no role and was just used for a glamorous song, cringe meme reference. I can only remember this proverb on seeing your review. Each child is precious in their mother's eyes. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പറഞ്ഞില്ല ഒരു 30 മിനിറ്റ് മാത്രം, ഒരു ഫസ്റ്റ് ഹാഫ് ആൻ അവർ മാത്രം ബഹളം കൊണ്ടുള്ള പ്രശ്നമാണെന്നാണ് പറഞ്ഞത്. പക്ഷേ നിങ്ങൾ അങ്ങനെ പറഞ്ഞതിലൂടെ ഒരു കാര്യം ഹൈഡ് ചെയ്ത്, കാരണം അവിടെ അവതരിപ്പിക്കുന്ന ഹീറോയിന് പ്രത്യേകിച്ച് ഒരു റോളും ഇല്ല. ഒരു ഗ്ലാമറസ് പ്രസൻസിന് വേണ്ടി മാത്രം അവിടെ ഹീറോയിൻ ഉപയോഗിച്ചിരിക്കുന്നു. പിന്നെ കുറെ ക്രിഞ്ച് മെംസ് ഇട്ടിട്ടുണ്ട്. അതിനെ കവർ ചെയ്യുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ ഫസ്റ്റ് 30 മിനിറ്റ് ശബ്ദത്തിന്റെ അതിപ്രസരം കൊണ്ടുള്ള പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞത്. കാക്കയ്ക്കും തൻകുഞ്ഞ് പെൺകുഞ്ഞ് എന്ന് പറയുന്ന ഒരു മലയാളം പഴഞ്ചൊല്ലിന് തുല്യമായ ഒരു പ്രോവർബ് അവരോട് ഉപയോഗിച്ചിട്ടുണ്ട്. അടുത്തത്, Disha has no proper characterization. She was there to look pretty. Your caption failed here. Not every guy look at every girl on the road and play the boys team. The breakup scene was bad. സ്മൈലി ഇട്ടിരിക്കുന്നത് അങ്ങനെയാണ്, കൊള്ളില്ലെന്ന അർത്ഥത്തിലാണ്. ആസ് എൻ ഓഡിയൻസ് ഐ കാൺ കണക്ട് ഇമോഷണലി ദ യങ് ബോയ്സ് ലവ് ആൻഡ് ബിട്രയൽ ഓഫ് കങ്കുവ. ഇവർ പ്രത്യേകിച്ച് ചോദിച്ചൊരു കാര്യമാണ്, ഹൗ അബൌട്ട് ദ ബോയ്സ് ലവ് ആൻഡ് ബിട്രയൽ. അതിനെക്കുറിച്ച് ആരൊന്നും പറഞ്ഞില്ല. അതാ പറഞ്ഞിരിക്കുന്നു, ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണെന്ന് പറഞ്ഞിരിക്കുന്നു. എവറി മൂവി ഗോസ് ത്രൂ ദ സെയിം ബട്ട് വൈ ഇറ്റ്സ് ഓൾവേസ് ഓക്കെ. ഞാൻ ആ പാട്ട് ഗോ ആൻഡ് ടെൽ യുവർ പ്രൊഡ്യൂസർ ഹസ്ബൻഡ്, ഓക്കെ, അതൊക്കെ നമ്മൾക്ക് നോക്കേണ്ട ആവശ്യമില്ല. The same audience celebrated your husbands more than Vijay and Ajit before. So better movies will bring more audience and less negativity. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സ്റ്റോറി. മേ ബി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ ഒരു ഒറ്റ പാരഗ്രാഫിൽ സംഗ്രഹിച്ച് പറയാം. നല്ല പടമാണോ, ആളുകൾ ആക്സെപ്റ്റ് ചെയ്യും, അത്രയേ ഉള്ളൂ. ബാക്കി അങ്ങോട്ട് പോകുന്തോറും കമൻസിലൊക്കെ ഇവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, സ്ക്രിപ്റ്റ് ചോയ്സ് പോരാ, സിനിമ കൊള്ളില്ല, പിന്നെ അതിനകത്തൊരു പോസിറ്റീവ് വന്നെന്ന് ഒന്നുകൂടി നോക്കിയേക്കട്ടെ. ഓക്കെ, thoroughly enjoyed the film, good watch after a very long time, immaculate making, storyline and acting except for the few present day shots. I absolutely can't fathom the negative reviews the movie has gained. I would watch again for sure. അപ്പോൾ ഒരു പോസിറ്റീവ് റിവ്യൂ ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്, ഇവർ പറഞ്ഞ കാര്യത്തെ അനുകൂലിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ബാക്കിയെല്ലാം പൊതുവിൽ ഇവർ പറഞ്ഞതിനെ എതിർത്തുകൊണ്ട്, അല്ലെങ്കിൽ ഈ സിനിമ ഈ പറയുന്നത് പോലെ ഒന്നുമില്ല എന്ന രീതിയിലുള്ള കമൻ്റാണ് വന്നിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ കാണാതെ സിനിമ എങ്ങനെയെന്ന് പറയാനായിട്ട് എനിക്ക് യാതൊരു അവകാശവുമില്ല. പക്ഷേ ഈ സിനിമയോട് ബന്ധപ്പെട്ട് ജ്യോതിക പറഞ്ഞ കാര്യം, അതൊരു നോർമൽ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഒരു ഫിലിം മേക്കർ തൻ്റെ സിനിമ ഫ്ലോപ്പ് ആകുമ്പോൾ അല്ലെങ്കിൽ അതിനെതിരെ നെഗറ്റീവ് റിവ്യൂസ് വരുമ്പോൾ പറയുന്ന ഒരു സാധാരണ എക്സ്ക്യൂസ് ആയിട്ടാണ്. ഈ എക്സ്ക്യൂസ് അല്ല ഇതുപോലുള്ളൊരു ഡ്രീം കം ട്രൂ സിനിമയ്ക്ക് വേണ്ടത്. ഒരു സ്വപ്ന സാക്ഷാത്കാരം പോലെ നിങ്ങൾ നടത്തുന്ന ഒരു സിനിമ അതേപോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്ത് അത്രയും ഇൻപുട്ട് ഇട്ട്, ഈ ഫ്ലോസ് ഒക്കെ സാധാരണ സിനിമയിലുണ്ട് അതുകൊണ്ട് ഇതിലും ഉണ്ടെന്ന് പറയുന്നത് പോലെ വരാൻ പാടുള്ളതല്ല അങ്ങനെയുള്ളൊരു സിനിമ. അങ്ങനെ ഒരു എക്സ്ക്യൂസ് എടുക്കാൻ പാടില്ല. വർഷങ്ങളുടെ പരിശ്രമം കൊണ്ടാണ് ബാഹുബലിയൊക്കെ നമ്മുടെ തിയേറ്ററിൽ. ഇപ്പോഴും ബാഹുബലി എന്ന് പറയുന്നത് ഒരു സെറ്റ് സ്റ്റാൻഡേർഡാണ്. നമ്മളുടെ ഒരു മാസ് മൂവി കഥ ഒരുപക്ഷെ നമ്മൾക്ക് കേട്ടിട്ടുള്ള കഥ തന്നെയാണ്. രാജ്യത്തിൻ്റെ അവകാശത്തിന് വേണ്ടി ഒരാളെ ചതിക്കുക, ഇതൊക്കെ നമ്മൾ ബാലരമയിൽ വായിച്ചിട്ടുള്ള കഥകൾ തന്നെയാണ്. പക്ഷെ അതെങ്ങനെ പ്രസന്റ് ചെയ്യുന്നു, എങ്ങനെ ആ വേൾഡിലേക്ക് ആൾക്കാർ എത്തിക്കുന്നു, നേരത്തെ പറഞ്ഞതുപോലുള്ള അവിശ്വസനീയമായ സീനുകളില്ലേ, അതൊക്കെ എങ്ങനെ നമ്മൾക്ക് വലിയ കുഴപ്പമില്ല കണ്ടുകൊണ്ടിരിക്കാമെന്ന് തോന്നുന്നു. ആ ലോകത്തേക്ക് എത്തിക്കുന്നിടത്താണ് ഒരു ഫിലിം മേക്കിങ്ങിൻ്റെ കഴിവിരിക്കുന്നത്. അത് ഇല്ലാത്തിടത്തോളം കാലം നെഗറ്റീവ് റിവ്യൂസ് ഇട്ടാലും പോസിറ്റീവ് റിവ്യൂസ് ഇട്ടാലും തള്ളിക്കളയേണ്ട സിനിമയെ കാണികൾ തള്ളിക്കളയും. എന്താണ് ഈ വിഷയത്തിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പറയാനുള്ളത്, അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.